നമസ്കാരം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ തത്സ്ഥാനത്ത് നിന്ന് നീക്കുവാനുള്ള പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നു. പക്ഷേ ഇതിന് ചുക്കാൻ പിടിച്ച രാഹുൽ ഗാന്ധിയെ കാണുവാനില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതായത് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഈ തരത്തിൽ മുങ്ങുന്നത് ഒരു പതിവായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു അറ്റൻഡൻസ് പരിശോധിച്ചാൽ 17ാം ലോക്സഭയിൽ 51% രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ്. അതേസമയം നാഷണൽ ആവറേജ് 66%. ഇനി 16ാം ലോക്സഭയിലാകട്ടെ 52% അറ്റൻഡൻസ് മാത്രമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. നാഷണൽ ആവറേജ് 80%. ഇങ്ങനെ പോകുന്നു രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് നിര. അപ്പോൾ ഈ രീതിയിലാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ, ഇന്ത്യയുടെ ലോക്സഭയിൽ പെർഫോം ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ച ഒരു രീതിയല്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പല ആരോപണങ്ങളും, അത് രാജ്യത്തിന് പുറത്ത് വച്ചിട്ടുള്ള ആരോപണങ്ങൾ, സംശയാസ്പദമായ രീതിയിലാണ് രാജ്യം നോക്കിക്കാണുന്നത്. ചില പരിപാടികൾ, രാജ്യത്തിന് പുറത്തു വച്ചുള്ള ചില ഇൻ്റർവ്യൂകൾ, രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളൊക്കെ തന്നെയും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ രാജ്യ താല്പര്യങ്ങൾക്കും രാജ്യത്തിനെതിരെ, രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ പോലും രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തൊക്കെയും ഇന്ത്യയിൽ വെച്ച് തന്നെ അദ്ദേഹം തെളിവുകൾ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് രാജ്യം ഏതെങ്കിലും രീതിയിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിലായാലും ബലാക്കോട്ടിൻ്റെ കാര്യത്തിലായാലും ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സമയത്ത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ സ്പീക്കർക്കെതിരെയുള്ള പ്രമേയം അത്യന്തം ഖേദകരമാണ് എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 4 പതിറ്റാണ്ടിൽ ഏറെക്കാലമായിട്ട് ഒരു സ്പീക്കറിനെതിരെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ നീക്കുവാനുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഓം ബിർളയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ രീതിയിൽ പാർലമെൻറ്റേറിയൻസിൻ്റെ, ലോക്സഭാ മെമ്പർമാരുടെ അവകാശത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ശക്തിയുക്തം പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളാണ് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. നിഷ്പക്ഷത പുലർത്തുന്നതിന് അദ്ദേഹം വളരെ അധികം ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഓം ബിർള അത്തരത്തിലല്ല. ഇന്ത്യയുടെ ഒരു സ്പീക്കർ എന്ന നിലയിൽ ഭരണകക്ഷിക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ നീക്കുവാനുള്ള ഒരു പ്രമേയമൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുവാൻ സാധ്യമായ ഒരു കാര്യമേ അല്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് തികച്ചും ദേശീയ വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ പാർലമെൻറ്റിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത്. പാർലമെൻറ്റിൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രമേയം തന്നെയാണത്. പലപ്പോഴായിട്ട് പ്രതിപക്ഷം ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയൊക്കെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, കോടതിയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായി പ്രവർത്തിക്കുന്ന, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെല്ലാം എതിരെ ഈ രീതിയിൽ പ്രതിപക്ഷം സംസാരിച്ചിട്ടുണ്ട്. അത് രാജ്യ താല്പര്യങ്ങൾക്കും രാജ്യത്തെ ദുർബലമാക്കുന്നതിനും തുല്യമാണ്. രാഹുൽ ഗാന്ധിയാകട്ടെ രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെതിരെ മാത്രമല്ല, രാജ്യത്തിൻ്റെ ആർമിക്കെതിരെ, സൈന്യത്തിനെതിരെ പോലും ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പലതും വളരെ സംശയാസ്പദമാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ രാജ്യത്തിന് ഏറ്റവും അധികം ആവശ്യമായ സമയങ്ങളിലൊക്കെയും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നിന്ന് മുങ്ങുന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഇറ്റലിയിലെ സരാദിനോ ദ്വീപിൽ വലിയ പടുകൂറ്റൻ ബംഗ്ലാവും ആവശ്യമായ ആഡംബര സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ രാജ്യത്തു നിന്ന് പലപ്പോഴായിട്ട് മുങ്ങുന്ന ഒരു രീതി ആണ് അദ്ദേഹം വച്ചു പുലർത്തുന്നത്. അദ്ദേഹത്തിന് അവിടെ കാമുകിമാരും ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നു. എന്ത് തന്നെയായാലും രാജ്യത്തിന് ഏറ്റവും അധികം ആവശ്യമായ ഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ വയനാട് ദുരന്തമൊക്കെ നടന്ന സമയത്ത് രാഹുൽ ഗാന്ധി എന്തു കൊടുത്തു എന്നത് വളരെ ശ്രദ്ധേയമായി ചോദ്യം ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി കാര്യമായ ഒരു സംഭാവനയും വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അത് പ്രിയങ്ക ഗാന്ധി നടത്തിയിട്ടില്ല എന്നും ആരോപണങ്ങളുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ആകട്ടെ, പ്രിയങ്ക ഗാന്ധിയുടെ ആകട്ടെ, ഇവരുടെ ഒരു പ്രവർത്തനങ്ങളാകട്ടെ വളരെ സംശയാസ്പദമായ രീതിയിൽ തന്നെയാണ് രാജ്യം നോക്കിക്കാണുന്നത്. അത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള വിദേശ യാത്രകൾ, അതായത് പാർലമെൻറ്റിൻ്റെ അറ്റൻഡൻസ് പോലും ഒഴിവാക്കിക്കൊണ്ട്, വളരെ കുറച്ച് അറ്റൻഡൻസ് മാത്രം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.